2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ തിരികെ എത്തണമെങ്കിൽ തങ്ങളുടെ പരമ്പരാഗത ശക്തികേന്ദ്രമായ കോട്ടയം ജില്ലയിലടക്കം UDF വലിയ രീതിയിൽ പ്രകടനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. കോട്ടയത്ത് 9 നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിലുള്ളത്. ഈ 9-ൽ 5 എണ്ണവും ഇപ്പോൾ ഇടതുപക്ഷത്തിനൊപ്പമാണ്. UDFിനുള്ളത് 4 നിയോജക മണ്ഡലങ്ങളാണ്. 5 നിയോജക മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിനുള്ളതിൽ 3 എണ്ണവും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെതാണ്. ഒരെണ്ണം CPM-നും ഒരെണ്ണം CPI-ക്കുമുണ്ട്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ MLA-മാരുള്ള രാഷ്ട്രീയ പാർട്ടിയും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗമാണ്. രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് 2 MLA-മാരുള്ള കോൺഗ്രസ് ആണ്. UDF-ൽ കോൺഗ്രസിനെ കൂടാതെ കടുത്തുരുത്തിയിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയായ മോൻസ് ജോസഫും പാലായിൽ നിന്ന് DCK എന്ന പാർട്ടിയുടെ പ്രതിനിധിയായ മാണി സി കാപ്പനുമാണ് MLA-മാരായിട്ടുള്ളത്. നിലവിലുള്ള 4 സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുകയും അതിനോടൊപ്പം ഏറ്റവും ചുരുങ്ങിയത് 2 സീറ്റെങ്കിലും പുതുതായി നേടിയെടുക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ കോൺഗ്രസിന് കോട്ടയത്ത് നില മെച്ചപ്പെടുത്താൻ കഴിയുകയുള്ളൂ. സംസ്ഥാന ഭരണം പിടിക്കണമെങ്കിലും ഇത് അത്യന്താപേക്ഷിതമാണ്. നിലവിലുള്ള സിറ്റിംഗ് സീറ്റുകളുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സീറ്റ് എന്ന് പറയുന്നത് കോട്ടയം നിയോജക മണ്ഡലം തന്നെയാണ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 2011 മുതൽ ഇവിടെ തുടർച്ചയായി വിജയിക്കുന്നത്. 2011-ൽ തന്റെ ആദ്യ പോരാട്ടത്തിൽ അന്ന് എതിരാളിയായിരുന്ന സിറ്റിംഗ് MLA VN വാസവനോട് 700 വോട്ടുകൾക്ക് മാത്രമാണ് തിരുവഞ്ചൂർ വിജയിച്ചു കയറിയത്. എന്നാൽ 2016 തിരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്റെ ഭൂരിപക്ഷം 32,000 വോട്ടുകളിലേക്ക് വർദ്ധിപ്പിച്ചു. 2021-ൽ സംസ്ഥാനത്തെമ്പാടും ഇടതു തരംഗം ആഞ്ഞു വീശിയപ്പോഴും തിരുവഞ്ചൂരിന്റെ ഭൂരിപക്ഷം 18,000-ലധികം വോട്ടുകളായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനിൽ നിന്ന് കോട്ടയം മണ്ഡലം തിരികെ പിടിക്കുക എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയാണ് പാർട്ടിയുടെ കോട്ടയത്തെ മുതിർന്ന നേതാവായ വാസവൻ ഏറ്റുമാനൂർ മണ്ഡലത്തിലേക്ക് ചുവടുമാറിയത്. പകരക്കാരനായി ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചിരുന്ന ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ K അനിൽകുമാറാണ് കോട്ടയത്ത് മത്സരിക്കുവാൻ നിയോഗിതനായത്. അനിൽകുമാർ 18,000-ലധികം വോട്ടുകൾക്ക് തോറ്റു എന്ന് മാത്രമല്ല, അടുത്ത തെരഞ്ഞെടുപ്പിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തോൽപ്പിക്കുവാനുള്ള ഒരു ശേഷിയൊന്നും അദ്ദേഹത്തിനില്ല എന്നതും യാഥാർത്ഥ്യമാണ്. തുടർച്ചയായി ചാനൽ ചർച്ചകളിൽ CPM-ന് വേണ്ടി ബാലിശമായ വാദമുഖങ്ങൾ നിരത്തി സ്വയം പരിഹാസ്യനായ അനിൽകുമാർ കേരളത്തിലെ തന്നെ ട്രോളർമാരുടെ ഇഷ്ട കഥാപാത്രങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോട്ടയത്ത് തിരുവഞ്ചൂരിന്റെ നില ഭദ്രമാണ് എന്ന് നാം വിലയിരുത്തേണ്ടി വരും. രണ്ടാമത് വരുന്ന മണ്ഡലം കോൺഗ്രസിന്റെ പ്രതിനിധിയായ ചാണ്ടി ഉമ്മൻ MLA ആയിട്ടുള്ള പുതുപ്പള്ളി മണ്ഡലമാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ കരുത്തുറ്റ പോരാട്ടം കാഴ്ചവെച്ച ജെയ്ക് സി തോമസ് ആണ് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയുടെ എതിരാളിയായി വന്നത്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലെ വികാരനിർഭരമായ അന്തരീക്ഷത്തിൽ UDFന് അനുകൂലമായി വോട്ടുകൾ ഒഴുകിയപ്പോൾ ജെയ്ക് നിലംപരിശാകുകയായിരുന്നു. MLA ആയ ആദ്യ നാളുകളിൽ ചാണ്ടി ഉമ്മന്റെ ചില പ്രവർത്തനങ്ങളിൽ പോരായ്മകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് അദ്ദേഹം അതെല്ലാം തിരുത്തിക്കൊണ്ട് മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമാകുകയാണ്. തൽക്കാലം ചാണ്ടി ഉമ്മനും 2026 തെരഞ്ഞെടുപ്പിൽ ഭീഷണികളില്ല എന്ന് വേണം വിലയിരുത്താൻ. മൂന്നാമത് കോട്ടയത്ത് UDFന്റെ സീറ്റ് എന്ന് പറയുന്നത് സിറ്റിംഗ് സീറ്റായ കടുത്തുരുത്തിയാണ്. മോൻസ് ജോസഫ് എന്ന ജോസഫ് ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാവാണ് ഇവിടെ വർഷങ്ങളായി MLA സ്ഥാനം അലങ്കരിക്കുന്നത്. 2016-ൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷമായ 40,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇടത് സ്ഥാനാർത്ഥിയായ സ്കറിയ തോമസിനെ മോൻസ് ജോസഫ് പരാജയപ്പെടുത്തിയത്. എന്നാൽ കഴിഞ്ഞ വട്ടം മാണി ഗ്രൂപ്പിലെ ജനറൽ സെക്രട്ടറിയായ സ്റ്റീഫൻ ജോർജ്, അദ്ദേഹം കടുത്തുരുത്തിയുടെ മുൻ MLA കൂടിയാണ്, സ്റ്റീഫൻ ജോർജിനോട് ഏറ്റുമുട്ടിയപ്പോൾ മോൻസിന്റെ ഭൂരിപക്ഷം 10-1 കുറയുകയും കേവലം 4,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം നിയമസഭയിൽ എത്തുകയുമാണ് ചെയ്തത്. എന്നാൽ 2024-ൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയായ UDF സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജ് കടുത്തുരുത്തിയിൽ നിന്ന് 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം തന്റെ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ തോമസ് ചാഴികാടനേക്കാൾ നേടിയിരുന്നു. മോൻസ് അടുത്ത തവണ മത്സരരംഗത്തിറങ്ങുമ്പോൾ PJ ജോസഫിന്റെ അഭാവത്തിൽ UDF അധികാരത്തിലെത്തിയാൽ അദ്ദേഹം മന്ത്രിയാകും എന്ന പ്രതീതിയും അന്തരീക്ഷത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ മോൻസ് ജോസഫിന്റെ വിജയവും ഏകദേശം സുനിശ്ചിതമാണ്. നാലാമത് UDFന്റെ സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്നത് പാലാ സീറ്റാണ്. മാണി സി കാപ്പനാണ് ഉപതെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലും വിജയിച്ച് 2 വട്ടമായി പാലായുടെ MLA. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് ഇടതു തരംഗം വീശിയ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ ജോസ് കെ മാണിക്കെതിരെ 15,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയ കാപ്പന്റെ സ്ഥിതിയും പാലായിൽ സുരക്ഷിതമാണ്.
UDF അധികാരത്തിലെത്തിയാൽ കാപ്പനും ഘടകകക്ഷി എന്ന നിലയിൽ മന്ത്രി പദവി ലഭിക്കുകയും ചെയ്യും. UDFനെ സംബന്ധിച്ചിടത്തോളം LDFിൽ നിന്ന് പിടിച്ചെടുക്കേണ്ട സീറ്റുകളിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് പൂഞ്ഞാർ സീറ്റാണ്. പൂഞ്ഞാറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ PC ജോർജിന്റെ പരാജയം ഉറപ്പുവരുത്തുവാൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഇടതുമുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു. എന്നാൽ സംസ്ഥാനത്തെമ്പാടും നിലവിൽ നിൽക്കുന്ന രാഷ്ട്രീയ പരിതസ്ഥിതി നോക്കുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൃത്യമായി UDFിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ട് കൂടി UDFിലേക്ക് എത്തിയാൽ 2021 മൂന്നാം സ്ഥാനത്ത് പോയ പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്ന് UDFിന് വിജയിച്ചു കയറാൻ കഴിയുമെന്നാണ് വിലയിരുത്തുന്നത്. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ പ്രാദേശികമായി 2 കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ സ്ഥാനാർത്ഥിത്വത്തിനായി ഉയർന്നു വരുന്നുണ്ട്. അതിലൊന്നാമത്തെ ആളെന്ന് പറയുന്നത് പൂഞ്ഞാർ നിയോജക മണ്ഡലം UDF കൺവീനർ കൂടിയായ താരതമ്യേന ചെറുപ്പക്കാരനായ ജനകീയ മുഖമായ പ്രകാശ് പുളിക്കനാണ്. അദ്ദേഹം ഒരു തികഞ്ഞ ഗാന്ധിയനാണ്. 3 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി വിജയിച്ച പ്രകാശ് പുളിക്കൻ ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ 80% നേടിയിട്ടാണ് അവസാന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയത്. രണ്ടാമത്തെയാൾ DCC സെക്രട്ടറി ജോമോൻ ഐക്കര ആന്റോ ആന്റണിയുടെ വലിയ പിന്തുണ അനുഭവിക്കുന്ന ഒരു നേതാവാണ്. നിയോജക മണ്ഡലത്തിന് പുറത്തുള്ള കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃനിരയിലുള്ള ഒരു നേതാവിനെ എത്തിക്കുകയാണെങ്കിൽ ജോസഫ് വാഴക്കന്റെ പേരും പൂഞ്ഞാറിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ വട്ടം മത്സരിച്ച ടോമി കല്ലാനി ഇത്തവണ പൂഞ്ഞാർ സീറ്റ് ആഗ്രഹിക്കുന്നില്ല എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. രണ്ടാമതായി ഇടതുമുന്നണിയിൽ നിന്ന് UDFിന് പിടിച്ചെടുക്കുവാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സീറ്റ് ചങ്ങനാശ്ശേരി മണ്ഡലമാണ്. ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ NSS നേതൃത്വത്തിന്റെ ആസ്ഥാനവും മധ്യ തിരുവിതാംകൂറിലെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനവും ഈ മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നായർ സ്ഥാനാർത്ഥിക്കോ ഒരു കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിക്കോ ഇവിടെ വലിയ സാധ്യതകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. മുസ്ലിം വിഭാഗത്തിനും ന്യായമായ വോട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് ചങ്ങനാശ്ശേരി. ജോസഫ് ഗ്രൂപ്പിലും കോൺഗ്രസിലുമുള്ള ഒരുപാട് പ്രമുഖ നേതാക്കൾ ഇപ്പോൾ തന്നെ ചങ്ങനാശ്ശേരി സീറ്റ് ലക്ഷ്യമിട്ട് ചരടുവലികൾ ശക്തമാക്കുന്നുണ്ട്. സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ UDFിന് ചങ്ങനാശ്ശേരി സീറ്റ് അനായാസേന പിടിച്ചെടുക്കുവാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. ഇനി ജില്ലയിലുള്ള 3 സീറ്റുകൾ കാഞ്ഞിരപ്പള്ളിയും ഏറ്റുമാനൂരും വൈക്കവുമാണ്. വൈക്കം നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസും UDFും തീരെ പ്രതീക്ഷകൾ അർപ്പിക്കുന്നില്ല. എന്നാൽ ഏറ്റുമാനൂരിലും കാഞ്ഞിരപ്പള്ളിയിലും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസും ജോസഫ് ഗ്രൂപ്പും ഈ മണ്ഡലങ്ങൾ വെച്ചുമാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏറ്റുമാനൂർ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ നിലവിലെ DCC അധ്യക്ഷൻ നാട്ടകം സുരേഷ് തന്നെയായിരിക്കും ഇവിടെ മത്സരത്തിനിറങ്ങുക. CPM ശക്തികേന്ദ്രമായ തിരുവാർപ്പ് പഞ്ചായത്തിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനവും ഈഴവ സമുദായത്തിൽ അദ്ദേഹത്തിനുള്ള ചില നിർണായക ബന്ധങ്ങളും ഇവിടെ മുതൽക്കൂട്ടാകുമെന്ന് കോൺഗ്രസും UDFും വിലയിരുത്തുന്നുണ്ട്. എന്നിരുന്നാലും VN വാസവനെ പോലെ വലിയ സ്വാധീനമുള്ള ഒരു നേതാവിനെ ഏറ്റുമാനൂരിൽ പരാജയപ്പെടുത്തുന്നത് അത്ര എളുപ്പമല്ല എന്നും UDF കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ ജോസഫ് ഗ്രൂപ്പിന് സീറ്റ് ലഭിക്കുകയാണെങ്കിൽ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനായ മുൻ MPയും കേന്ദ്രമന്ത്രിയുമായ PT ചാക്കോയുടെ മകൻ കൂടിയായ PC തോമസിനെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. മണ്ഡലത്തിലുടനീളം അദ്ദേഹത്തിന് വ്യാപകമായുള്ള വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും UDFിന് തുണയാകുമെന്നാണ് UDF കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 6 മണ്ഡലങ്ങൾ പരമാവധി 8 മണ്ഡലങ്ങൾ ഈ ജില്ലയിൽ നിന്ന് നേടിയെടുക്കാമെന്നാണ് UDFിന്റെ പ്രതീക്ഷ. 2026 കേരളത്തിൽ UDF അധികാരത്തിലെത്തുകയാണെങ്കിൽ കോട്ടയം ജില്ലയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് 3 മന്ത്രിമാർ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഒന്നാമത്തെ മന്ത്രി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയാണ്. രണ്ടാമതായി ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ PJ ജോസഫിന്റെ അഭാവത്തിൽ മോൻസ് ജോസഫിന് തന്നെയാണ് മന്ത്രിസ്ഥാനം ലഭിക്കാൻ സാധ്യതയുള്ളത്. ഘടകകക്ഷി എന്ന നിലയിൽ പാലാ MLA മാണി C കാപ്പനും മന്ത്രി പദവി UDF അധികാരത്തിലെത്തിയാൽ ലഭിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ UDF അധികാരത്തിലെത്തിയാൽ കോട്ടയം ജില്ലയിൽ ഉണ്ടാകാൻ പോകുന്ന മന്ത്രിമാരുടെ ബാഹുല്യവും അതുമൂലം ജില്ലയ്ക്ക് തുറന്നു കിട്ടുന്ന വികസന സാധ്യതകളും പ്രചാരണ വിഷയമാക്കി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയാൽ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ചുരുങ്ങിയത് 6 സീറ്റ് പരമാവധി 8 സീറ്റ് എന്നുള്ളതാണ് UDFിന്റെ കണക്കുകൾ. ഈ ചിന്തകളും രാഷ്ട്രീയ വിശകലനങ്ങളും നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും രാഷ്ട്രീയ വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.